അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ. 10ാം ക്ലാസ് പൂർത്തിയായിരിക്കുന്നു. ചിലർ 5ാം തരം, ചിലർ 7. ഇനി ഏതാണ് മികച്ച ഓപ്ഷൻ? എൻ്റെ കുട്ടിയുടെ തിളക്കമാർന്ന ഭാവിക്ക് എവിടെയാണ് അഡ്മിഷൻ എടുക്കുക? ഈ ചോദ്യവുമായി ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ജാമിയത്തുൽ ഹിന്ദിനെ പറ്റി കേൾക്കുന്നത്. ഭൗതികമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുമപ്പുറം ഉയരങ്ങളിൽ പഠിക്കാം. ധാർമ്മികമായി ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാം. അതും ഒരുമിച്ച്. കേരളത്തിലെ 300-ലധികം സ്ഥാപനങ്ങളിലേക്ക് ജാമിയത്തുൽ ഹിന്ദിലൂടെയാണ് പ്രവേശനം. പക്ഷേ എങ്ങനെ? ആരോട് ചോദിക്കും? എങ്ങനെ രജിസ്റ്റർ ചെയ്യും? എവിടെ വെച്ചാണ് പരീക്ഷ? പരീക്ഷയിൽ എന്തൊക്കെയാണ് ചോദിക്കുക? നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോ. പൂർണ്ണമായും കേൾക്കാം. ഭാവിയുടെ ആ ചുവട് വെക്കാം. ആദ്യ സംശയം, എന്താണ് ഈ ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്നല്ലേ? പറയാം. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കീഴിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദാണ് ജാമിയത്തുൽ ഹിന്ദ് ചാൻസലർ. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് വൈസ് ചാൻസലറും. ബദറു സാദാത്ത് സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് രജിസ്ട്രാറുമാണ്. സമസ്തയിലെ സമുന്നത നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് അടങ്ങുന്ന സിലബസ് കമ്മിറ്റിയാണ് ജാമിയത്തുൽ ഹിന്ദ് സിലബസ് തയ്യാറാക്കുന്നത്. ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദിനെ പോലെയുള്ള സമസ്തയിലെ തലമുതിർന്ന പണ്ഡിതരും മറ്റും ഒരുമിച്ച് കൂടിയാണ് ഇതിൻ്റെ പരീക്ഷാ സ്ട്രാറ്റജിയും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും സമസ്തയ്ക്ക് കീഴിൽ നടന്നുകൊണ്ടുപോകുന്ന ഒരു മഹത്തായ സംവിധാനമാണ് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. കേരളത്തിലും കേരളത്തിന് പുറത്തും സമസ്തയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന 99.9% സ്ഥാപനങ്ങളും ജാമിയത്തുൽ ഹിന്ദിൽ അഫിലിയേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനങ്ങളിലൊക്കെ പരീക്ഷ നടത്തുന്നത് ജാമിയത്തുൽ ഹിന്ദാണ്, സിലബസ് നൽകുന്നത് ജാമിയത്തുൽ ഹിന്ദാണ്, പരീക്ഷയുടെ വാല്യുവേഷനും ജാമിയത്തുൽ ഹിന്ദാണ് നൽകുന്നത്. അഡ്മിഷൻ ജാമിയത്തുൽ ഹിന്ദ് മുഖേനയാണ്. ഇനി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മഹർജാൻ എന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടിയുണ്ട്. വ്യത്യസ്ത സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളുണ്ട്. ഹാദി എന്ന ബിരുദം നൽകുന്നുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഹാദികളായി ഇറങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് ജാമിയത്തുൽ ഹിന്ദ് കോഴ്സുകളുടെ പ്രത്യേകത? എന്തിനവിടെ ചേരണം? നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, +1-ൽ ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് PhD വരെ പഠിക്കാം. ഭൗതിക രംഗത്ത്, മതരംഗത്ത് മുത്തവൽ അല്ലെങ്കിൽ മുത്തവലിന് ശേഷമുള്ള തഹസുസ്, അതുവരെയും പഠിക്കാം. അതിനുശേഷം ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ള സംവിധാനം ഇന്ന് ജാമിയത്തുൽ ഹിന്ദ് ഇസ്ലാമിയയുടെ കീഴിൽ അവൈലബിൾ ആണ്. അള്ളാഹു അത് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്ന വലിയൊരു നേട്ടവുമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ +1-ന് പോയി പഠിക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് +1 ക്ലാസ് കിട്ടും. പക്ഷേ ആഴത്തിൽ കിതാബ് ഓതുക എന്ന അവസരം കിട്ടില്ല. ഇനി നമ്മൾ നാട്ടിലെ ദർസിൽ പോയി കിതാബ് ഓതാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ +1 വിഷയങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടും കൂടി സമ്മേളിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം, രണ്ടിൻ്റെയും ഏതറ്റം വരെയും കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനം ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ഉലമാക്കൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാരുടെ മുമ്പിൽ നമ്മൾ ഇൽമു പഠിച്ച് നല്ല പണ്ഡിതന്മാരായി മാറുന്നു. ഭൗതിക വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ മുമ്പിൽ അവരെപ്പോലെ പഠിച്ച് അവരെപ്പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന, സമൂഹത്തിനും രാഷ്ട്രത്തിനും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായി മാറുന്നു. ഈ രണ്ടർത്ഥത്തിലും അള്ളാഹു ഈ ഉമ്മത്തിന് നമ്മുടെ ഉലമാക്കൾ മുഖേന കനിഞ്ഞു തന്ന വലിയൊരു ആശയമാണ് ഈ സംവിധാനം. ലോകത്ത് എവിടെ പോയാലും കാണാത്ത ഒരാശയമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മിശ്ര വിദ്യാഭ്യാസം എന്നുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് വരാൻ താല്പര്യം കാണിച്ച നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഇനി നമുക്ക് മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ട് ഈ ഏകജാലക സംവിധാനം? എന്താണ് അതിൻ്റെ ഉപയോഗം? നോക്കൂ, നമ്മുടെ കോഴ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ 300-ലധികം സ്ഥാപനങ്ങളിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രശസ്തമായ, ജനങ്ങൾക്കിടയിൽ ഒരുപാട് അറിയപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും, അതായത് 99.9% സ്ഥാപനങ്ങളും ജാമിയത്തുൽ ഹിന്ദിൽ രജിസ്റ്റേർഡ് ആണ്. ഇനി ആ സ്ഥാപനങ്ങളിൽ പോയിട്ട് സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ ആ സ്ഥാപനം മുഖേന ചെയ്യാം എന്നല്ലാതെ നിങ്ങൾ അവിടെ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു വലിയ സുഖമുണ്ട്. ഒരു രക്ഷിതാവ് വന്നിട്ട് കുട്ടി ഹിഫ്ള് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ദഅവ കോളേജിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ ഒരു 5-6 സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായി പറഞ്ഞു കൊടുക്കാം.
രക്ഷിതാവ് അത് കേട്ട് വിയർക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ എവിടെയൊക്കെ പോയി ആപ്ലിക്കേഷൻ വാങ്ങി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട. ഈ സൈറ്റിൽ കയറുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ഈ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഓർഡർ അനുസരിച്ച് സെലക്ട് ചെയ്താൽ കുട്ടിയുടെ മികവനുസരിച്ച് അലോട്ട്മെൻറ്റ് വരും. പിന്നെ അഡ്മിഷന് വേണ്ടി മാത്രം ആ സ്ഥാപനത്തിൽ പോയാൽ മതി. എൻട്രൻസ് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് അടുത്തുള്ള സെൻറ്ററുണ്ട് താനും. ജില്ലയിൽ തന്നെ പല സെൻറ്ററുകളുണ്ട്. ഇതുപോലെ കേരളത്തിലെയും പുറത്തുമുള്ള നമ്മുടെ പ്രസ്ഥാനത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ഈ ഏകജാലക സംവിധാനത്തിലൂടെ മതി ഇനി അഡ്മിഷൻ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിലും ഇനി നിങ്ങൾ നേരിട്ട് പോകേണ്ട ഒരാവശ്യം നിങ്ങൾക്കുണ്ടാവില്ല. അത് നമ്മുടെ വെബ്സൈറ്റിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓരോന്നും നമുക്കിനി വിശദീകരിക്കാം. ഇനി നമ്മുടെ മനസ്സിലെത്തുന്ന മറ്റൊരു പ്രശ്നം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ്, അല്ലേ? എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പരിചയപ്പെടാം. അതിലേക്കൊക്കെ അഡ്മിഷനുണ്ട്. പക്ഷേ ചില സ്ഥാപനങ്ങളിൽ 7ാം ക്ലാസ്സിലേക്കായിരിക്കും കുട്ടികളെ എടുക്കുക, ചിലർ 8ാം ക്ലാസ്സിലേക്കായിരിക്കും, ചിലർ +1-ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സ് ഉള്ളത് എന്ന് ആദ്യം കണ്ടെത്തണം. അത് നമ്മുടെ വെബ്സൈറ്റിലൂടെ കണ്ടെത്തേണ്ട രീതിയൊക്കെ പറഞ്ഞു തരാം. ലാസ്റ്റ് വരെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ തിയറിയാണ് പറയുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കൽ വശം പറഞ്ഞു തരാം. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥിക്ക് +1 സയൻസ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് +1 സയൻസ് ഉള്ള ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്ഥാപനങ്ങൾ ഏതാണ് എന്ന് നമ്മുടെ സൈറ്റിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ പേരും ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് എന്ന് പറയുന്ന ഒരു കോഡും ജസ്റ്റ് ഒന്ന് പേപ്പറിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തെ ഒരു ഓർഡറിലാക്കുകയും ചെയ്യാം. നിങ്ങളുടെ നാടിൻ്റെ അടുത്താണോ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയുന്ന ഉസ്താദാണോ, അല്ലെങ്കിൽ അവിടുത്തെ അക്കാദമിക് ക്വാളിറ്റിയിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു ഓർഡറും നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ എല്ലാ സ്ഥാപനത്തിലും +1 ഉണ്ടാവണമെന്നില്ല, എല്ലാ സ്ഥാപനത്തിലും 8ാം ക്ലാസ് ഉണ്ടാവണമെന്നില്ല, എല്ലാ സ്ഥാപനത്തിലും 7ാം ക്ലാസ് ഉണ്ടാവണമെന്നുമില്ല. വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത കോഴ്സുകളാണ്. ചിലർക്ക് കൊമേഴ്സ് ആയിരിക്കും, ചിലർക്ക് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും, ചിലർക്ക് സയൻസ് ആയിരിക്കും. ഇനി ഡിഗ്രി ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻഡ് ആണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി അവിടെ എന്താണ് എന്ന് നമ്മുടെ സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ അവിടുത്തെ ഉസ്താദുമാർ ആരാണ് എന്ന് സൈറ്റ് നോക്കിയാൽ മനസ്സിലാകും. ഇങ്ങനെ എല്ലാം നോക്കി പഠിച്ചു വെക്കണം. നമ്മുടെ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് വിവരം മതിയാകുന്നില്ല എന്ന് വെക്കുക. എങ്കിൽ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സും സ്ഥാപനത്തിലെ ഉസ്താദുമാരുടെ നമ്പരും സ്ഥാപനത്തിൻ്റെ നമ്പരും ഒക്കെ നമ്മുടെ സൈറ്റിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിലുള്ളവരെ വിളിച്ച് അന്വേഷിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഇതാദ്യം തന്നെ പറയുന്നത്. അവരെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കണം, കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഇനി ഫോണിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടില്ല എന്ന് വെക്കുക. എങ്കിൽ എല്ലാ സ്ഥാപനവും ഓപ്പണാണ്. അവിടെ പോയി നിങ്ങൾക്ക് അവിടുത്തെ സൗകര്യങ്ങളെപ്പറ്റി പഠിക്കാം. ഉസ്താദുമാരോട് കാര്യങ്ങൾ വേണ്ടതുപോലെ ചോദിക്കാം. എല്ലാ സ്ഥാപനവും നിങ്ങൾക്ക് വാതിൽ തുറന്നു തന്നിട്ടുണ്ടാകും. അപ്പോൾ എന്തിനാണ് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏകദേശം ഏപ്രിൽ 20 വരെ നീട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ്. ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കയറിയിട്ട് ഈ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ട് 10 സ്ഥാപനങ്ങളെ ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കണം. ഞാൻ ആദ്യം ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനം, രണ്ടാമത് ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനം, ഇങ്ങനെ നിങ്ങൾ ഓർഡറായിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെക്കണം ആദ്യം. എന്നാലേ ആപ്ലിക്കേഷൻ നമുക്ക് സുഖകരമാവുകയുള്ളൂ. ഇനി പ്രായപരിധി ഏതെങ്കിലും ഉണ്ടോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? എല്ലാവർക്കും, ഏത് പ്രായമുള്ളവർക്കും ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിക്കാം. പക്ഷേ ഏകജാലകം അനുസരിച്ച് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏജ് ക്രൈറ്റീരിയ, വയസ്സിൻ്റെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പോൾ 7ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്ന ഒരു കുട്ടി 2012 ജൂൺ 1 ശേഷം ജനിച്ച കുട്ടിയായിരിക്കണം. 8ാം ക്ലാസ്സിലേക്കുള്ള കുട്ടി 2011 ജൂൺ 1 ശേഷം ജനിച്ച കുട്ടിയായിരിക്കണം. 11ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കുന്ന ഒരു കുട്ടി 2008 ജൂൺ 1 ശേഷം ജനിച്ച കുട്ടിയായിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇനി എഴുതി വെക്കാൻ ബുദ്ധിമുട്ടണമെന്നില്ല. ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയും. ആ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നമ്മുടെ സിംഗിൾ വിൻഡോ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കിട്ടും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അഡ്മിഷൻ ഗൈഡും കിട്ടും, FAQ പ്രധാന സംശയങ്ങളും മറുപടിയും കിട്ടും, പ്രധാന നിർദ്ദേശങ്ങൾ കിട്ടും. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ ഇന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ കിട്ടും. അപ്പോൾ ഏജ് ക്രൈറ്റീരിയ ഇവിടെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അഡ്മിഷൻ ഗൈഡ് നോക്കിയാൽ മതി. ഇനി മനസ്സിലാക്കേണ്ടത്, ഇതിന് നേരിട്ട് സ്ഥാപനങ്ങളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതേസമയം നിങ്ങൾക്ക് ഒരു നിലയ്ക്കും സ്വന്തമായി പൂരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥാപനത്തിൽ പോയാൽ അവർ നിങ്ങളെ സഹായിക്കും. അവർ സഹായിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റ് മുഖേന തന്നെയാണ്. അതുകൊണ്ട് അവിടെ പോയാൽ പ്രത്യേകമൊരു ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കി ബുദ്ധിമുട്ടേണ്ടതില്ല.
അതേസമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെയുള്ള ഹെൽപ്പ് ഡെസ്കുകളെ സമീപിക്കാവുന്നതും പൂരിപ്പിക്കാവുന്നതുമാണ്. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി ഇതിൽ അറിവുണ്ടാകും. ആപ്ലിക്കേഷൻ്റെ സ്റ്റേജുകളെപ്പറ്റി പറയാം. ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏതാണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷന് 4-5 സ്റ്റേജുകളുണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഫോൺ നമ്പർ, പേര്, സ്ഥലം തുടങ്ങിയവ. മറ്റൊന്ന് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. മദ്രസയിൽ എത്ര പഠിച്ചു, സ്കൂളിൽ എത്ര പഠിച്ചു, എത്ര മാർക്ക് കിട്ടി തുടങ്ങിയ കാര്യങ്ങൾ. മൂന്നാമത്തേത് നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മളെ ബന്ധപ്പെടേണ്ട നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയവ. രക്ഷിതാക്കളുടെ ഒക്കെ നമ്പർ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇനിയാണ് സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പ് ഉള്ളത്. എക്സാം സെൻറ്ററിൻ്റെ കാര്യം പറയാം. കേരളത്തിനകത്തും പുറത്തുമായി 50-ലധികം എക്സാം സെൻറ്ററുകളുണ്ട്. JSAT എന്ന് പറയുന്ന ഒരു പരീക്ഷ നിങ്ങൾക്ക് മെയ് 2-ന് നടക്കും. ആ പരീക്ഷയ്ക്കുള്ള എക്സാം സെൻറ്റർ സൈറ്റിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഫീ 500 രൂപ അടച്ച് സബ്മിറ്റ് ചെയ്യണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് SSFൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ സാഹിത്യോത്സവ്, IAMAയുടെ കലോത്സവം, സ്കൂൾ കലോത്സവം, അതുപോലെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ മഹർജാനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ രേഖപ്പെടുത്തണം. LSS USSന് ഗ്രേസ് മാർക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ പൂരിപ്പിക്കാനുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. ആ കോളത്തിൽ നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രമേ പൂരിപ്പിക്കാവൂ. കാരണം ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കുകയും നിങ്ങൾ എഴുതിയത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ എഴുതിയത് ശരിയാണ് എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിന് ഗ്രേസ് മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കതിന് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെ കയ്യിലുണ്ട് എന്ന് ഇന്ന് തന്നെ പോയി നോക്കുക. സ്റ്റേറ്റ് സാഹിത്യോത്സവിൽ എന്തൊക്കെയാണ് കിട്ടിയത്, നാഷണൽ സാഹിത്യോത്സവിൽ എന്തൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെ നോക്കി വെക്കുക. അതിനൊക്കെ നല്ല മാർക്കുണ്ട്. അതുകൊണ്ട് അതൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെവിടെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് പിന്നീട് പറഞ്ഞു തരാം. അങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നീട് ഏപ്രിൽ 20 വരെ നമുക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 30 വരെ സ്ഥാപനങ്ങൾ മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ A എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു, Aയിൽ പോകണ്ട, Bയിൽ പോക്കോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് A എൻ്റെ രണ്ടാമത്തെ ഓപ്ഷനാക്കി BA ഒന്നാമത്തെ ഓപ്ഷനാക്കാനുള്ള എഡിറ്റിംഗ് ഫെസിലിറ്റി നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇതുപോലെ ഇനി സ്ഥാപനം A തീരെ വേണ്ട എന്ന് വെക്കുക, 10ൽ കൊടുക്കുന്നില്ല എന്ന് തന്നെ വെക്കുക. A ഒഴിവാക്കിയിട്ട് പുതിയ സ്ഥാപനം തിരഞ്ഞെടുക്കാനുള്ള അവകാശവുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സാം സെൻറ്റർ, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം, ഇതൊക്കെ തിരഞ്ഞെടുക്കാൻ നമുക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ഏപ്രിൽ 30 വരെ കിട്ടും. അതേസമയം അപേക്ഷിക്കാനുള്ള സമയം ഇപ്പോൾ നമ്മൾ കണ്ടത് ഏപ്രിൽ 20 വരെയാണ്. ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത് പ്രതീക്ഷിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എക്സാം സെൻറ്ററുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇനി മറുപടി പറയാം. എക്സാമിന് വേണ്ടി നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ JSAT പരീക്ഷ മെയ് 2-നാണ്. JSAT പരീക്ഷയ്ക്ക് നിങ്ങൾ 9 മണിക്ക് നിർബന്ധമായും കൊടുത്ത സെൻറ്ററിൽ എത്തണം. അപ്പോൾ വിദൂരത്തുള്ള ഒരു സെൻറ്റർ ഒരിക്കലും കൊടുക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ ഏതാണെന്ന് ശരിക്കും നോക്കിയിട്ട് വേണം കൊടുക്കാൻ. മലപ്പുറം ജില്ലയിൽ 5 സെൻറ്ററുകളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 സെൻറ്ററുണ്ട്. മറ്റുള്ള ജില്ലകളിലൊക്കെ 1, 2, 3 സെൻറ്ററുകളുണ്ട്. ചില ജില്ലകളിൽ ഒരു സെൻറ്ററേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സെൻറ്ററുണ്ട് എന്ന് മനസ്സിലാക്കുക. കേരളത്തിന് പുറത്തും ഒരുപാട് സെൻറ്ററുകളുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിലും സെൻറ്ററുകളുണ്ട്. എല്ലാ GCC രാഷ്ട്രങ്ങളിലുമുണ്ട്. മലേഷ്യയിലുണ്ട്. അതുപോലെ UK പോലുള്ള യൂറോപ്യൻ കൺട്രികളിലും ഉണ്ട്. അപ്പോൾ എവിടെയാണോ നിങ്ങൾ മെയ് 2-ന് ഉള്ളത് അവിടെ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതാണ് സെൻറ്റർ എന്ന് നോക്കിയിട്ട് അവിടെ നിങ്ങൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി പരീക്ഷയെ പറ്റി പറയാം. മെയ് 2-ന് 2 തരത്തിലുള്ള പരീക്ഷയാണ് നടക്കുക. രാവിലെ എഴുത്ത് പരീക്ഷയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞ ഉടനെ ചിലർക്കൊക്കെ പെട്ടെന്ന് പോകേണ്ടതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എഴുത്ത് പരീക്ഷ കഴിഞ്ഞ ഉടനെ ഇൻ്റർവ്യൂ നടത്തും. എഴുത്ത് പരീക്ഷ 2 കാറ്റഗറികളായിട്ടാണ് ഉണ്ടാവുക. എങ്ങനെയാണ് എഴുത്ത് പരീക്ഷ നടക്കുക എന്ന സംശയമില്ലേ? പറയാം. ഒന്ന് OMR ഷീറ്റ് പൂരിപ്പിക്കലാണ്. അത് നിങ്ങൾ LSSനും USSനും ഒക്കെ വ്യാപകമായി കാണുന്നതാണ്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിയവർക്കും അതറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതറിയാവുന്നതാണ്. എങ്കിലും അത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് കണ്ട് ശരിക്കും പഠിച്ചു വരണം. കയ്യിൽ ബ്ലാക്ക് പേനയോ ബ്ലൂ പേനയോ മാത്രമേ ഉണ്ടാകാവൂ. മഷി പടരുന്ന പേനകളൊന്നും പാടില്ല. വിവരങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. ആ ഹാൾ ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് കൊടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൻ്റെ ഒറിജിനലുമായിട്ടാണ് പരീക്ഷയ്ക്ക് വരേണ്ടത്. പരീക്ഷയ്ക്ക് രക്ഷിതാവിനെയും കൂട്ടിയാണ് വരേണ്ടത്. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് നിർബന്ധമായി രക്ഷിതാക്കൾ വേണം. അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ വേണം. രാവിലത്തെ പരീക്ഷ എഴുത്ത് പരീക്ഷയാണ്. അതിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 50 ചോദ്യങ്ങൾ OMR ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന് 4 ചോയ്സ് ഉണ്ടാവും. അതിൽ ഒന്ന് ശരിയായിരിക്കും. ആ ശരി ഏതാണ്?
ABCD എന്നുള്ള ഒന്നിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. എന്നാൽ +1 വരുന്ന കുട്ടികൾക്ക് 100 ചോദ്യങ്ങളുണ്ടാകും. ആ 100 ചോദ്യങ്ങൾ OMR ഷീറ്റിൽ 2 ഷീറ്റിലായിട്ടാണ് രേഖപ്പെടുത്തേണ്ടത്. രണ്ടും 2 കാറ്റഗറിയാണ്. ഇതിൽ 25% ചോദ്യങ്ങൾ, അത് +1 25 ചോദ്യവും 7-8 ക്ലാസ്സിലാണെങ്കിൽ ഏകദേശം 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളും മതപരമായ വിഷയങ്ങളും പ്രാസ്ഥാനിക വിഷയങ്ങളുമാണ്. ഉദാഹരണമായിട്ട് റിസാല സ്ഥാപിതമായ വർഷം ഏതാണ്, സമസ്തയുടെ പ്രസിഡന്റ് ആരാണ്, അങ്ങനെ. ഇനി നിസ്കാരം നിർബന്ധമാക്കിയ ദിവസം ഏതാണ് എന്ന് തുടങ്ങിയ മതപരമായ ചോദ്യങ്ങളുണ്ടാകും. നിങ്ങൾ പഠിച്ചു വന്നത് തന്നെ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് വരുന്നൊരു കുട്ടിക്ക് 6ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉണ്ടാകും. എല്ലാവർക്കും 6ാം ക്ലാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏകദേശം ഇസ്ലാമിനെക്കുറിച്ചൊക്കെ അറിയേണ്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 25% ചോദ്യങ്ങൾ അങ്ങനെയായിരിക്കും. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ സ്കൂൾ ബേസ്ഡ് ആയിട്ടും കുറച്ച് ജനറൽ നോളജുമാണ്. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ജനറൽ നോളജ്, അതായത് GK ഒക്കെ നല്ല രൂപത്തിൽ പഠിക്കാൻ നോക്കണം. സ്കൂളിലെ സബ്ജക്റ്റുകളൊന്നും പഠിച്ചു തീർത്തിട്ടില്ലെങ്കിൽ അടുത്ത മെയ് 2 വരെ നല്ല ഉഷാറായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. JSAT പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിനുള്ള മറുപടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ സബ്ജക്റ്റ് നല്ലോണം പഠിക്കുക, കൂടാതെ നമ്മുടെ മദ്രസയിലെ സബ്ജക്റ്റുകൾ നന്നായി പഠിക്കുക, കുറച്ച് GK ഒക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷ് CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ കേരള സിലബസ് ഒക്കെ ഒന്ന് കണ്ണോടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. കേരള സ്റ്റുഡൻസ് ആണെങ്കിൽ CBSEയിലൊക്കെ എന്താണ് പറഞ്ഞത് എന്നൊക്കെ അറിയാൻ വീട്ടിലൊക്കെ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. പേടിക്കേണ്ടതൊന്നുമില്ല. അപ്പോൾ ആ JSAT പരീക്ഷയിൽ 100 മാർക്ക് പരീക്ഷ +1-നും 50 മാർക്ക് പരീക്ഷ 7ാം ക്ലാസ്സുകാർക്കും 8ാം ക്ലാസ്സുകാർക്കും OMR ഷീറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് 3 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്, എഴുതേണ്ടതാണ്. അത് നിങ്ങളുടെ സർഗാത്മകത അളക്കുന്നതും ദിക്ർ പോലുള്ള കാര്യങ്ങൾ എഴുതാനുള്ളതുമാണ്. ഉദാഹരണത്തിന് കുനൂത്ത് എഴുതുക, അത്തഹിയാത്ത് എഴുതുക, ഇതൊക്കെ ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ചോദ്യം ഏതാണ് എന്നുള്ളത് അത് ഇടുന്നവർക്കേ അറിയുണ്ടാവുള്ളൂ. ഞാൻ ഉദാഹരണം മാത്രമാണ് പറയുന്നത്. അപ്പോൾ എല്ലാ നിസ്കാരത്തിലും എന്താ ചൊല്ലേണ്ടത്, മയ്യിത്ത് നിസ്കാരത്തിൽ എന്താണ് ദുആ, അതുപോലെ മഴയെ തേടുന്ന നിസ്കാരത്തിൽ എന്താണ് ദുആ, ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, ശുക്റിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള പലതും നമ്മൾ പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പഠിക്കണം, അതിന് നല്ല മാർക്കുണ്ടാവും. അതുപോലെ 2 ചോദ്യങ്ങൾ നിങ്ങളുടെ കഥാവായന, കവിതാ വായന, ലേഖനം എഴുതാനുള്ള കഴിവ് അങ്ങനെയുള്ളതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതുപോലെ ഒരു ചോദ്യം നിങ്ങളുടെ ഭാഷാ മികവ്, ഇംഗ്ലീഷിൽ എത്ര കഴിവുണ്ട്, മലയാളത്തിൽ എത്ര കഴിവുണ്ട് എന്നൊക്കെ നോക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തലേന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ 1 മാസമുണ്ട്, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക, പിന്നെ ചൊല്ലി പഠിക്കാനുള്ളതൊക്കെ ചൊല്ലി പഠിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതാണ് എഴുത്ത് പരീക്ഷ. ഈ എഴുത്ത് പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾക്ക് സംശയമില്ലേ? പറയാം. ഒരു നിലയ്ക്കും ഒരു കഠിനമായ ഇൻ്റർവ്യൂ അല്ല. ചെറിയ കുട്ടികളാണ് നിങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, നിങ്ങൾ നേരത്തെ എക്സാമിൽ എഴുതിയതും പൂരിപ്പിച്ചതുമായ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു ഇൻ്റർവ്യൂ. ഞാൻ SSFൻ്റെ സാഹിത്യോത്സവിൽ സ്റ്റേറ്റ് മത്സരത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ് എന്നൊരു കുട്ടി ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയുമോ, അത് വെറുതെ എഴുതി വെച്ചതാണോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു കുട്ടിക്ക് ഇപ്പോഴും എന്താണ് ഇവിടെ പഠിച്ചാലുള്ള ഉപകാരം, ജാമ്യത്തിൽ നിന്നിൽ ചേർന്നാലുള്ള ഉപകാരം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് അത് തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ചില കുട്ടികളുടെ പേഴ്സണാലിറ്റി അളക്കേണ്ടി വരും. ചിലർക്ക് പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, രക്ഷിതാക്കൾ ഉന്തിത്തള്ളി കൊണ്ടുവന്നതായിരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുക. പേഴ്സണാലിറ്റി ടെസ്റ്റ് മോഡൽ ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനുവേണ്ടി നിങ്ങൾ അത്രമാത്രം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഏതായാലും വെക്കേഷനാണ്, അപ്പോൾ നന്നായി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ശീലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് കപ്പാസിറ്റി ഒന്നും ഇൻ്റർവ്യൂവിൽ അളക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ 7ാം ക്ലാസ്, 8ാം ക്ലാസ്, +1 എന്നിങ്ങനെ 3 വ്യത്യസ്ത ലിങ്കുകൾ ലഭ്യമാണ്. +1ലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പ്രസ്തുത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സ്വീകരിക്കേണ്ട ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. ആദ്യം രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിദ്യാർത്ഥിയുടെ പേര്, ജനനത്തീയതി, ജില്ല, രാജ്യം, സംസ്ഥാനം, വാട്സപ്പ് നമ്പർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ഈ കോഡ് വെബ്സൈറ്റിൽ നൽകുന്നതോടെ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാകും. രജിസ്ട്രേഷൻ വിജയകരമായാൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു സ്ഥിരീകരണ സന്ദേശം ലഭിക്കും. ഇതിൽ ലോഗിൻ ഐഡിയും പാസ്വേഡും അടങ്ങിയിരിക്കും. ഭാവി ആവശ്യങ്ങൾക്കായി ഇവ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. OTP നൽകി സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾ സ്വയമേവ ലോഗിൻ ചെയ്യപ്പെടുകയും തുടർന്നുള്ള മറ്റ് വിഭാഗങ്ങൾ, തലക്കെട്ടുകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. ഡാഷ്ബോർഡിന് മുകളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോഴ്സ് അടിസ്ഥാനത്തിലോ ജില്ല തിരിച്ചോ സ്ഥാപനങ്ങൾ കണ്ടെത്താവുന്നതാണ്. സ്ഥാപനത്തിന്റെ പേരോ സ്ഥലമോ മാത്രമേ അറിയാവൂ എങ്കിൽ പേരിന്റെ ആദ്യാക്ഷരങ്ങൾ നൽകിയോ സ്ഥലത്തിന്റെ പേര് നൽകിയോ തിരയാവുന്നതാണ്.
തിരഞ്ഞെടുത്ത സ്ഥാപനത്തിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ താഴെ പറയുന്ന വിവരങ്ങൾ ലഭ്യമാകും. ലഭ്യമായ കോഴ്സുകൾ, സ്ഥാപനത്തിലെ സൗകര്യങ്ങൾ, ഉസ്താദുമാർ, ഫോൺ നമ്പർ. കൂടുതൽ വിവരങ്ങൾക്കായി നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് കോളത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ എഴുതണം. വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം. അത് കഴിഞ്ഞിട്ട് സ്കില്ല് എന്നൊരു കോളമുണ്ട്. നിങ്ങൾക്ക് സ്കില്ലുകൾ ഒരുപാടുണ്ടാകും. പ്രസംഗ സ്കില്ലുണ്ട്, എഴുത്തിൽ സ്കില്ലുണ്ട്. അത് മൊത്തം ഇവിടെ എഴുതി കൊടുക്കാം. ഇന്ന സ്കില്ലുകളൊക്കെ എനിക്കുണ്ട് എന്ന്. എന്നിട്ട് അത് സേവ് അടിച്ചാൽ സേവ് ആകും. ഇവിടെ ഒന്നും പൂരിപ്പിക്കാത്തത് കൊണ്ടാണ് സേവ് ആവാത്തത്. ഇനിയാണ് ഏത് സ്ഥാപനമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സ്ഥാപനങ്ങളൊക്കെ തിരഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് എന്നുണ്ട്. ഇവിടെ ആ കോഡ് അടിച്ചു കൊടുത്താൽ മതി. ആ കോഡ് അടിച്ചു കൊടുത്തിട്ട് അവിടെ സെർച്ച് ചെയ്താൽ ആ സ്ഥാപനം കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ കോഡൊന്നും എടുത്തു വെക്കാത്തത് കൊണ്ട് തൊട്ട് വലതുവശത്ത് ബ്രൗസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുണ്ട്. ഇതിലിപ്പോൾ കാണുന്നത് ദാറുൽ ഹുദ ഇസ്ലാമിക് കോളേജ് കോംപ്ലക്സ് മണ്ണാഞ്ചേരി എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് അത് സെലക്ട് ചെയ്ത് വെക്കുക. അത് എൻ്റെ ഫസ്റ്റ് ഓപ്ഷനായിട്ടാണ് വരിക. നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത സ്ഥാപനമാണ് ഫസ്റ്റ് ഓപ്ഷനായി വരിക. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് എന്ന് തൊട്ട് താഴെ കാണുന്നു. ആഡ് ബട്ടൺ അടിക്കുന്നു. അപ്പോൾ പ്രിഫറൻസ് ലിസ്റ്റ് തൊട്ട് താഴെ അത് ഒന്നാമത്തെ ഓപ്ഷനായി വരുന്നു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കേണ്ടതിന് ഞാൻ വീണ്ടും ബ്രൗസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് സെലക്ട് ചെയ്യുന്നു. മറ്റൊരു സ്ഥാപനം അലിഫ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥാപനം സെലക്ട് ചെയ്യുന്നു. ആഡ് അടിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായി അത് വന്നു. മൂന്നാമത്തെ ഓപ്ഷനായി അത് സെലക്ട് ചെയ്യുന്നു. ആഡ് അടിക്കുന്നു. അപ്പോൾ 3 വന്നു. ഇനി 10 എണ്ണം സെലക്ട് ചെയ്യണം. എന്നാലേ ഈ ഫോം പൂരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 10 എണ്ണം സെലക്ട് ചെയ്യുവോളം നിങ്ങളിങ്ങനെ ക്ഷമിച്ച് നിൽക്കുക. 4ാമത്തെ സെലക്ട് ചെയ്തു. ഇനി 5ാമത്തത് 22 പേജുണ്ട്. ഇങ്ങനെ പോയി നിങ്ങൾക്ക് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടെത്താം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടെത്താം. ഇപ്പോൾ 5 സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്തു. എന്ത് സെലക്ട് ചെയ്താലും ആഡ് അടിക്കണം. എന്നാലേ താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ 10 സ്ഥാപനം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് എൻ്റെ പ്രിഫറൻസ് ഒന്നുമല്ല. ഇത് ഫോട്ടോ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് കിട്ടിയ 10 സ്ഥാപനം സെലക്ട് ചെയ്ത് വെച്ചതാണ്. അത് സേവ് അടിച്ചു. അപ്പോൾ ഈ ഓർഡറിലാണ് നിങ്ങളുടെ സ്ഥാപനം ഉണ്ടാവുക. അപ്പോൾ ആ ഓർഡർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഓർഡർ അനുസരിച്ചേ അലോട്ട്മെൻറ്റ് വരികയുള്ളൂ. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നീട് എനിക്ക് മാറ്റാം. എങ്കിലും അത് ശ്രദ്ധിക്കാതെ ആയിപ്പോയാൽ നമുക്ക് സ്ഥാപനം മിസ്സാകും. ഇനി നമുക്ക് പരീക്ഷാ സെൻറ്റർ നോക്കാം. ഇങ്ങനെ ഒരു മെസ്സേജ് വരും സേവ് അടിക്കുമ്പോൾ. അവിടെ നിങ്ങൾ ഏത് രാജ്യത്താണുള്ളതെന്ന് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ UAE-യിലാണെങ്കിൽ UAE എന്ന് അടിച്ചു കൊടുക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. കൺഫേം ലൊക്കേഷൻ അങ്ങനെ അടിച്ചു കൊടുത്താൽ UAE-യിലുള്ള 3 സെൻറ്ററുകളാണ് നമുക്കുള്ളത്. ആ സെൻറ്റർ ഇവിടെ കാണിക്കും. ഇനി ഞാൻ ഇന്ത്യയിൽ തന്നെ ഉള്ളത് എന്നാണെങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാൻ നേരത്തെ UAE സെലക്ട് ചെയ്തത് കൊണ്ട് ഇവിടെ സെലക്ട് ലൊക്കേഷൻ എന്നുകൂടി അടിച്ചു കൊടുത്താൽ മതി. ഇന്ത്യ എന്നതിൽ സ്റ്റേറ്റ് ചോദിക്കും. കേരള, കർണാടകയാണെങ്കിൽ കർണാടക, തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, ജില്ല ഏതാണെന്ന് ചോദിക്കും. മലപ്പുറം, നമുക്ക് തൽക്കാലം മലപ്പുറം എന്ന് കൊടുക്കാം. കൺഫേം ലൊക്കേഷൻ. മലപ്പുറത്തെ സെൻറ്ററുകൾ നോക്കാം. ജലാലിയ സ്കൂൾ, ഹിക്കമിയ, അൽ സഅദിയ, അൽ ഇഹ്സാൻ, മഅദിൻ, മജ്മഅ ഇങ്ങനെ സെൻറ്ററുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ആദ്യത്തേത് തന്നെ സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ട് മുമ്പ് എക്സാം മീഡിയം ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് മലയാളമേ അറിയുകയുള്ളൂ, ഇംഗ്ലീഷ് അറിയില്ല. ചില കുട്ടികൾക്ക് കന്നഡയെ അറിയുകയുള്ളൂ, ചില കുട്ടികൾക്ക് തമിഴേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും കൂടി സെലക്ട് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും, പ്ലസ് മലയാളം ഉണ്ടാകും, ഇംഗ്ലീഷ് പ്ലസ് തമിഴ് ഉണ്ടാകും, ഇംഗ്ലീഷ് പ്ലസ് കന്നഡ ഉണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ മലയാളികളായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് പ്ലസ് മലയാളം സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അടിച്ചിട്ട് സേവ് അടിക്കുന്നു. അതോടുകൂടി നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും കൂടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതുവരെ നമ്മൾ പൂരിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പേരെന്താണ്, ഇമെയിൽ എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാം. സ്ഥാപനങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോൾ തെറ്റുണ്ടായെന്ന് വെക്കുക. എന്നാൽ പേടിക്കേണ്ടതില്ല. നേരെ മേലോട്ട് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ തിരുത്താം. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡിക്ലറേഷൻ എന്നുള്ളിടത്ത് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഫീ അടയ്ക്കേണ്ടതാണ്. ഫീ ഇവിടെ നിങ്ങൾക്ക് UPI ഗൂഗിൾ പേ മുഖേന അടയ്ക്കാം. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് മുഖേന, നെറ്റ് ബാങ്കിങ് മുഖേനയോ മറ്റ് വാലറ്റുകൾ മുഖേനയും അടയ്ക്കാം. ഉദാഹരണമായിട്ട് ഞാൻ UPI മുഖേന സെലക്ട് ചെയ്താൽ ഇവിടെ QR കോഡ് വരും. ഈ QR കോഡ് ഞാൻ എൻ്റെ ഗൂഗിൾ പേയിൽ സ്കാൻ ചെയ്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പൂർത്തിയാക്കാൻ പറ്റും. ഇനി ഇതിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് സൂക്ഷിക്കാൻ പറ്റും. പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റും. ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പരീക്ഷയ്ക്ക് കൊണ്ടുവന്നാൽ മതി. ഇത് നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് സ്ഥാപനം മാറ്റണമെന്ന് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ എഡിറ്റ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ മാറ്റാനും പറ്റും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഏറ്റവും സുതാര്യമായി എളുപ്പത്തിൽ നമുക്ക് തന്നെ പൂർത്തിയാക്കാവുന്നതാണ് ഈ അഡ്മിഷൻ പ്രക്രിയ. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾക്ക് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ
നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്ഥാപനത്തിൽ ചെല്ലുക. അവിടെ എന്തായാലും നിങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ടാകും. നിങ്ങൾക്ക് പരിചയമുള്ള നാട്ടിലെ പ്രാസ്ഥാനിക നേതൃത്വവും വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും. നന്നായി പ്രവേശന പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. വലിയ വിജയം നേടുക. എല്ലാവർക്കും വിജയാശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.